അടിച്ചു മക്കളെ അടിച്ചു. നിങ്ങൾ കാണുന്നത് മാരുതിയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വിറ്റാരയാണ്. പുത്തൻ വാഹനത്തോടുകൂടി നമ്മുടെ ടാറ്റ, മഹീന്ദ്ര, ബാക്കി BYD എല്ലാവരും വാഴുന്ന ഒരു ഇലക്ട്രിക് യുഗത്തിലേക്ക് നമ്മുടെ മാരുതി കടന്നു കാണും. വേറെ ലെവൽ കിടക്കില്ല എന്ന് തന്നെ പറയാനുള്ളത് കേട്ടോ. ഒരു രക്ഷയില്ല. അതേ നോക്കിയാൽ പക്ക ഒരു SUV ഫീല് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ഒരു മസിൽ ഗെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു SUVയുടെ ഫീല് വന്നിട്ടുണ്ട്. പുത്തൻ പ്ലാറ്റ്ഫോമാണ്, പുത്തൻ ഡിസൈനാണ്. മറ്റുള്ള സാധാരണ മാരുതി കാർ ഇറക്കുമ്പോൾ നമുക്ക് ആ വണ്ടിയുടെ എടുത്ത് വെച്ചു, ഈ വണ്ടിയുടെ എടുത്ത് വെച്ചു എന്നൊക്കെ പറയുന്നെങ്കിൽ ഇതിൽ നമുക്ക് ഒരു വാഹനത്തിൻ്റെ ഇതുവരെ അവർ ഇറക്കി ഒരു വാഹനത്തിൻ്റെയും ഒരു എലമെൻറ്റും കാണാൻ സാധിക്കില്ല. പുത്തൻ സാധനം ഇന്ത്യയിൽ നിർമ്മിച്ച് 100 രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഒരു വാഹനം, പുത്തൻ വാഹനമാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് ലഭിക്കുന്നത് കാരണം 2700 mm ആണ് വീൽ ബേസ്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ ബ്രസ, സോണറ്റ് ആ ഒരു സെഗ്മെൻ്റ് ഒന്നുമില്ല, അതിന് മുകളിലുള്ള നമ്മുടെ സെൽറ്റോസ്, ഗ്രാൻഡ് വിറ്റാരയുടെ സെഗ്മെൻ്റാണ് വരുന്നത്. അപ്പോൾ അത്രയും സൈസ് വരുന്ന ഒരു വാഹനമാണ്. ഇൻറ്റീരിയറൊക്കെ ഫ്രഷ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഫ്രഷ് ലുക്കാണ് വന്നിട്ടുള്ളത്. ഈ രൂപത്തിലാണ് ഇൻറ്റീരിയർ വന്നുള്ളത്. ആ സെൻട്രൽ കൺസോളൊക്കെ നോക്കിയാൽ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ 2 സ്പോക്കിൻ്റെ സ്റ്റിയറിംഗ് വീൽ കണ്ടത് നിങ്ങൾ, അങ്ങേറ്റത്തെ ഫീച്ചറിസ്റ്റിക് ആയിട്ട്. അതും 6 എയർ ബാഗ് നമ്മൾ സാധാരണ കേട്ടിട്ടില്ല. ഇതിൽ നമുക്ക് 7 എയർ ബാഗ് വരുന്നുണ്ട്. ഒരെണ്ണം വരുന്നത് ഡ്രൈവറുടെ നീടെ ഭാഗത്താണ് വന്നുള്ളത്. അങ്ങനെ മൊത്തം 7 എയർ ബാഗ്, അഡാസ് ലെവൽ 2ൻ്റെ ഫീച്ചർ ഒക്കെ വരുന്നത്. നമ്മുടെ ഗ്രാൻഡ് വിറ്റാര നമുക്ക് 49 kW 61 kW എന്നിങ്ങനെയുള്ള 2 ബാറ്ററി പാക്ക് ലഭിക്കുന്നത്. ഫുൾ ചാർജിൽ 500 km ഓടാം.